ആ വിശുദ്ധ വ്യക്തിത്വം ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ഭൂമിയിൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും വളരെ ആത്മാർത്ഥതയോടെ യേശുവിൻ്റെ നാമത്തിൽ സഭയ്ക്ക് വേണ്ടി സകല ജനത്തിനു വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരുടെയും അധ്വാനങ്ങളെ ഞാൻ സംരക്ഷിക്കും, പരിരക്ഷിക്കും. അവർക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് ഞാൻ മാധ്യസ്ഥം വഹിക്കും. അതെ, ഇത് പറഞ്ഞ വാഴ്ത്തപ്പെട്ട ജെയിംസ് അൽബേറിയോനെയാണ്, മീഡിയയുടെ അപ്പസ്തോലൻ വാഴ്ത്തപ്പെട്ട ജെയിംസിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുക. ഇറ്റലിയിലാണ് ജെയിംസ് ജനിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇറ്റാലിയൻ നാമത്തിൽ കൂടി അദ്ദേഹം അറിയപ്പെടുന്നു. ജിയോഖോമ, വാഴ്ത്തപ്പെട്ട ജിയോഖോമ. ഇറ്റലിയിൽ 1884 ഏപ്രിൽ 4 ജെയിംസ് ജനിച്ചത്. അപ്പൻ മിഖായേൽ അൽബേറിയോന, അമ്മ തെരേസ അലോക്കോ. ഒരു പുരാതന കാർഷിക കുടുംബമായിരുന്നു അവരുടേത്. നല്ല സ്നേഹമുള്ള കുടുംബം. 6 മക്കളിൽ 4-മനാണ് ജെയിംസ്. തിരുക്കുടുംബം പോലെയാണ് ഇവരുടെ കുടുംബം. തിരുക്കുടുംബത്തിലെ അരൂപിയാണ് ഇവരുടെ എല്ലാം കുടുംബത്തിൽ. അതുകൊണ്ട് പിന്നീട് ജെയിംസ് പറയും, തിരുക്കുടുംബം ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചാണ് ജീവിച്ചത്. എൻ്റെ പ്രവർത്തന മേഖലയിലും ദൈവമാണ്, ദൈവത്തിലുള്ള ദൈവപരിപാലനയിലുള്ള വിശ്വാസമാണ് എൻ്റെ പ്രത്യാശ. എനിക്ക് എന്നിൽ തന്നെ ആശ്രയിക്കാൻ ഒന്നുമില്ല. ഈ ഒരു ആധ്യാത്മികത ലഭിച്ചത് ആ കുടുംബത്തിൽ നിന്നാണ്. ഇവർ കർഷകരായതുകൊണ്ട്, പാരൻസ് കർഷകരായതുകൊണ്ട് രാത്രിയിലൊക്കെ ചിലപ്പോൾ പണി വരാറുണ്ട്. അപ്പോൾ രാത്രിയിൽ ഇവർ അവരുടെ പുരയിടത്തിൽ പണിയെടുക്കുമ്പോൾ മോൻ്റെ ജോലി, ജെയിംസിൻ്റെ ജോലി ഇവർക്ക് വിളക്ക് കാണിച്ചു കൊടുക്കലാണ്. ഒരു ദിവസം മോൻ ഉറങ്ങുകയാണ് വീട്ടിൽ. അപ്പോൾ പെട്ടെന്ന് ഇവൻ എഴുന്നേറ്റ് വന്നില്ല. ഉറക്കെ പറമ്പിൽ നിന്ന് അപ്പൻ വിളിച്ചു പറഞ്ഞു, മോനെ ജെയിംസ്, ലൈറ്റ് എവിടെ? അതെ, ഇതൊരു പ്രവചനം പോലെയാണ്. ജെയിംസ് പിന്നീട് ലോകത്തിന് മുഴുവൻ ഒരു വെളിച്ചം നൽകി എന്നതിൻ്റെ ഒരു പ്രവചനാത്മകമായ ഒരു സംഭവം കൂടിയാണിത്. ജെയിംസ് തൻ്റെ ചെറുപ്രായത്തിൽ സ്കൂളിൽ പഠിച്ചു. ടീച്ചർ ഒരു ദിവസം ക്ലാസ്സിൽ ചോദിച്ചു, ജെയിംസിന് വലുതാവുമ്പോൾ ആരാകാനാണ് ഇഷ്ടം? അവൻ പറഞ്ഞു, എനിക്കൊരു അച്ഛനാകണം. കുഞ്ഞ് ജെയിംസിന് പണ്ടേ മുതലേ അച്ഛനാകാൻ താല്പര്യമാണ്. അങ്ങനെ പഠിച്ച് വളർന്നു വന്നു. ആ കാലഘട്ടങ്ങളിലെല്ലാം ഇടവക വികാരിയുടെ കൂടെ പള്ളിയിൽ ഇങ്ങനെ താമസിക്കുക പതിവുണ്ട്. അപ്പോൾ വികാരിയച്ഛനും ഇവൻ്റെ താല്പര്യം അറിയാം. അവനെ ആ തരത്തിൽ വൈദിക ജീവിതത്തിന് ഇങ്ങനെ ഒരുക്കി വേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തു. 16-ാമത്തെ വയസ്സിൽ 1900 ജെയിംസ് സെമിനാരിയിൽ പ്രവേശിച്ചു. ജെയിംസിൻ്റെ പ്രത്യേകത, വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം പോലെ പുസ്തകങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെമിനാരിയിൽ ചെന്ന് കളിയൊക്കെ കഴിഞ്ഞിട്ട് പുസ്തകം വായനയോട് വായന. ഏത് പുസ്തകം വായിക്കണമെന്ന് വെച്ചാൽ നിറച്ച് പുസ്തകങ്ങളാണ്. സെലക്ട് ചെയ്യാൻ അറിയുന്നില്ല, ഏത് വേണം. എല്ലാ തരത്തിലും പെട്ടതുണ്ട്. പക്ഷെ ഇതെല്ലാം വായിച്ചിട്ടും അവനുള്ളിലൊരു വിഷമം, ഏതാ നല്ലത് ഏതാ വേണ്ടാത്തതെന്ന് തിരിച്ചറിയാതെയാണ് വായിച്ചത്. അതുകൊണ്ടൊരു വളർച്ചയ്ക്ക് അത് സഹായിച്ചില്ല എന്നുള്ളൊരു വിഷമം ഉള്ളിൽ കിടക്കുന്നുണ്ട്. എന്തിനു പറയണോ, എന്തെല്ലാമോ കാരണത്താൽ ആ സെമിനാരിയിൽ നിന്ന് ഇവൻ പുറത്താക്കപ്പെട്ടു, പറഞ്ഞയക്കപ്പെട്ടു. സെമിനാരി ജീവിതം അതോടുകൂടി നിർത്തലാക്കേണ്ടി വന്നു. സങ്കടത്തോടുകൂടെ വികാരിയച്ഛൻ്റെ അടുത്തേക്ക് പോയി. വികാരിയച്ഛൻ അറിയാം ജെയിംസിനെ. ജെയിംസ്, നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിപാലന മറ്റെന്തെങ്കിലും ആകാം, നമുക്ക് വേറൊരു സെമിനാരിയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് ഇവൻ്റെ നന്മ കണ്ടിട്ട് വികാരിയച്ഛൻ വേറെ ആൽബോയിലെ സെമിനാരിയിലേക്ക് ജെയിംസിനെ പറഞ്ഞയച്ചു. സെമിനാരിയിൽ പ്രവേശിച്ചു. അപ്പോൾ കുറച്ചും കൂടി തീക്ഷ്ണതയോടുകൂടെ തൻ്റെ ജീവിതം ആരംഭിച്ചു. ഇപ്പോൾ വായന ഉണ്ട്, അറിവ്, പ്രബോധനങ്ങൾ, പാപ്പമാരുടെ പ്രബോധനങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവൻ ആധ്യാത്മികമായിട്ട് കൂടുതൽ ഈശോയോടുള്ള ഒരു കോണ്ടാക്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതാണ് മനസ്സിലാഗ്രഹം. എനിക്കെൻ്റെ ഈശോയുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ആഴത്തിലുള്ളൊരു സ്നേഹത്തിലേക്ക് വളരണം. അപ്പോൾ അതിനുവേണ്ടി ഇഷ്ടംപോലെ നേരം പള്ളിയിലിരിക്കും. ഇവരൊരു ദിവസം വൈകുന്നേരം ആരാധനയുടെ നേരത്ത്, ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന നേരത്ത് പള്ളിയിലിരുന്ന് സെമിനാരിയൻസ് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ജെയിംസും പ്രാർത്ഥിക്കുന്നുണ്ട്. സക്രാരിയിലേക്ക് ഇങ്ങനെ നോക്കി 4 മണിക്കൂറൊക്കെ കണ്ണടച്ച് ഇരിക്കുമായിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് സക്രാരിയിൽ നിന്നൊരു പ്രകാശം ജെയിംസിന്റെ മേത്തേക്ക് വന്നതായിട്ട് ജെയിംസ് ഇങ്ങനെ ഫീൽ ചെയ്യാണ്, ഒരു പ്രകാശത്തിന്റെ ഒരു അനുഭവം. ആ നേരങ്ങളിലെല്ലാം ജെയിംസ് മനസ്സിലിങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ എൻ്റെ ഭാവിയെക്കുറിച്ച് നിനക്ക് എന്താണ് തീരുമാനം, ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാൻ എന്ത് ദൗത്യം ചെയ്യാനാണ് എന്നെ സഭയിലേക്ക് പുരോഹിതനാകാനായിട്ട് നീ വിളിച്ചിരിക്കുന്നത്, അതെനിക്ക് നീ ക്ലിയർ ആക്കി തരണം എന്നുള്ളൊരു ഹൃദയത്തിന്റെ വലിയ ആഗ്രഹത്തിൽ ഇരുന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ നേരത്താണ് ഈ പ്രകാശം കാണുന്നത്. ആ പ്രകാശത്തോടൊപ്പം ഒരു വലിയൊരു ചിന്ത ഇങ്ങനെ മനസ്സിലേക്ക് ഒരു സ്വരം പോലെ, ഒരു ഉള്ളിൻ്റെ ഒരു സ്വരം പോലെ ഇങ്ങനെ വരികയാണ്. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ജനങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുക, സഭയെ ഒന്നുകൂടി ചൈതന്യത്തിലേക്ക് ഉയർത്തുക, നവസുവിശേഷവൽക്കരണം കാലഘട്ടത്തിനനുസരിച്ച് നീ ചെയ്യണം. അങ്ങനെ ഒരു ശക്തമായ പ്രചോദനം ഉള്ളിൽ വരികയാണ്. ഉടനെ തന്നെ എപ്പോഴും സഹായിക്കുന്ന ആധ്യാത്മിക ഗുരുവായ ഫ്രാൻസിസ് അച്ഛനോട് ഇങ്ങനെ പോയി പറഞ്ഞു, എനിക്കിങ്ങനെ അങ്ങനെ ഉള്ളിൽ പ്രചോദനം, ഇങ്ങനെ ഒരു തോന്നലുണ്ട്, തോന്നലാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രേരണയും ഈ അനുഭവമൊക്കെ ഉണ്ടായി. അപ്പം അച്ഛൻ ആണ്, ഫ്രാൻസിസ് അച്ഛനാണ് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാ നിർദ്ദേശം കൊടുക്കുന്നതും. ഈ കിട്ടിയ തീക്ഷ്ണതയിൽ മുന്നോട്ട് പ്രാർത്ഥിച്ചു പോകുന്നു, പഠിക്കാനുള്ളതെല്ലാം പഠിക്കുന്നു, തിയോളജി, ഫിലോസഫി, എന്തെല്ലാം വിഷയങ്ങളാണോ പഠിക്കുന്നതെല്ലാം പഠിക്കാനുള്ളത് അതെല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചു. അങ്ങനെ 1907 ജൂൺ 29 തിരുപ്പട്ടത്തിൻ്റെ ദിനമായി. അന്ന് വിശുദ്ധ പത്രോസ് പൗലോസ് ലേഖന്മാരുടെ തിരുനാളാണ്. ആ ദിനത്തിലാണ് തിരുപ്പട്ടം സ്വീകരിച്ചത്. പട്ടം സ്വീകരിച്ചതിന് ശേഷം ഇടവക ജീവിതത്തിനായിട്ട് പോയി. ഇടവകയിലെ അസിസ്റ്റൻ്റായിട്ട് അവിടെ നിയോഗിച്ചു. ഒരിടവകയിൽ ജനങ്ങൾക്ക് അവിടെയുള്ള എന്തെല്ലാമാണോ വേണ്ടത് അതൊക്കെ ചെയ്തു. ഏറ്റവും ആദ്യമായിട്ട് ചെയ്തത് പഠിച്ചു, ജനങ്ങളുടെ ജീവിതം എങ്ങനെയാ, അവർക്ക് എന്തു വേണം, വചനം എങ്ങനെ അവർക്ക് കൊടുക്കണം, അവരുടെ പ്രശ്നങ്ങൾ എന്താ, ഇനി അതിനെന്താണ് ഉത്തരം, എങ്ങനെ ചെയ്യണം, അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും പഠിച്ചു. ആ കാലഘട്ടത്തിൽ സെമിനാരിയിൽ തന്നെ സ്പിരിച്വൽ ഫാദറായിട്ടും കൂടി ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിരുന്നു, പഠിപ്പിച്ചിരുന്നു, പ്രൊഫസറായിരുന്നു. അപ്പം എല്ലാ കാര്യത്തിലുമുള്ളൊരു അറിവും ഉണ്ട്. കൂടാതെ ആ കാലഘട്ടത്തിനനുസരിച്ച് സിവിലായിട്ടുള്ള നിയമങ്ങൾ എങ്ങനെ, സോഷ്യലായിട്ടുള്ള അന്നത്തെ സംസ്കാരങ്ങൾ എങ്ങനെ, അതെല്ലാം പഠിച്ചു. അപ്പോൾ ഉള്ളിൽ തോന്നി, എൻ്റെ ദൗത്യം വിശുദ്ധ പൗലോസ്ലിഹായെ പോലെ ഈശോയുടെ സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തിക്കണം, അതിനുള്ള പദ്ധതികൾ ചെയ്യണം, അതിനുള്ള നവമായിട്ടുള്ള രീതികൾ ചെയ്യണം എന്ന് ശക്തമായിട്ടുള്ള ആഗ്രഹം ഉള്ളിൽ വന്നു. അതാണ് എൻ്റെ വിളി എന്ന് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ രൂപതാധ്യക്ഷൻ അഭിവന്യ പിതാവ് പറഞ്ഞു, അവിടെ ഒരു പേപ്പർ പ്രിൻറ്റിങ്ങിൻ്റെ സ്ഥലമുണ്ടല്ലോ, അവിടെയും കൂടി ഒന്ന് ചാർജ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രിൻറ്റിങ്ങിൻ്റെ സ്ഥലത്തേക്ക് അതിൻ്റെ ചാർജ് എടുക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ വലിയ രൂപഭാവങ്ങളൊന്നും ഇല്ല, അവിടെ ഓർഡർ ഒന്നുമില്ല, ഒരു പ്രസിൻ്റേതായിട്ടുള്ള രൂപങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ലോക്കൽ പ്രദേശത്ത് നിന്ന് കുറച്ച് ചെറുപ്പക്കാരായ പിള്ളേരെ സംഘടിപ്പിച്ച്, തീക്ഷ്ണതയും ഡെഡിക്കേഷനുമുള്ള പിള്ളേരെ സംഘടിപ്പിച്ച് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട്, പ്രസ് എങ്ങനെ വേണമെന്ന് പഠിപ്പിച്ചിട്ട്, പ്രസ്സിൻ്റെ ഒരു ആദ്യഘട്ടമായി ഒരു ചെറിയ സ്കൂൾ ആരംഭിച്ചു. അതാണ് ടിപ്പോഗ്രഫി ആദ്യമായിട്ട്. ആ ചെറിയ അവിടെ ശരിക്കും പ്രസ്സിലുള്ളതുപോലെയുള്ള അച്ചടി യന്ത്രങ്ങളൊക്കെ വെച്ച് സെറ്റിങ്സ് ഒക്കെ പഠിപ്പിച്ചു. ഒത്തിരി പിള്ളേരെ ആ പ്രദേശങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടി അവർക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു രൂപം കൊടുത്തു. ആ കുട്ടികളുടെ രൂപീകരണവും കൂടി കൊടുത്തു. നന്നായിട്ട് അവരുടെ ആധ്യാത്മികമായ വളർച്ചയ്ക്ക് എങ്ങനെ വേണം, എല്ലാ തരത്തിലുമുള്ള വളർച്ചയ്ക്ക് എങ്ങനെ വേണം, സന്തോഷിക്കാൻ എന്ത് വേണം, അങ്ങനെയും കൂടി അവരെ രൂപപ്പെടുത്തി. അപ്പോൾ അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മാറി. പിന്നെ ഇതാണ് സെൻറ്റ് പോൾ സൊസൈറ്റി ആയിട്ട് മാറിയത്. വാഴ്ത്തപ്പെട്ട ജെയിംസ് അറിയപ്പെടുന്നത് SSP എന്നാണ്, സെൻറ്റ് പോൾ സൊസൈറ്റിയുടെ സ്ഥാപകനായിട്ടും കൂടിയാണ്. അപ്പോൾ ജെയിംസിന് മനസ്സിലായി, ഇനി ഇവരെ ഇത് ചെയ്യണമെങ്കിൽ ഡെഡിക്കേഷനുള്ള കുറച്ച് വ്യക്തികളും കൂടി വരണം, കോൺഗ്രിഗേഷൻസും കൂടി സ്ഥാപിക്കണം. അർപ്പണബോധമുള്ളവർ, ദൈവത്തിൻ്റെ ജനങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചാലേ ഇത് വിജയിക്കൂ. അതുകൊണ്ട് ദൈവത്തിൽ വ്യക്തിത്വം അടിയുറച്ച വ്യക്തികളെ സംഘടിപ്പിച്ച് കൂടുതൽ സൊസൈറ്റികൾ, കോൺഗ്രിഗേഷൻസ് ഒക്കെ രൂപപ്പെടുത്താനുള്ള ആരംഭത്തിലും ഐഡിയകളൊക്കെ ആലോചിച്ചു. എല്ലാം ഈശോയുടെ അടുത്ത് നിന്ന് ആലോചിച്ചിട്ടാണ് എന്ത് ചെയ്യണം. അപ്പോൾ ഈശോ പറയുന്നതിനനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക്, ഈ കോൺഗ്രിഗേഷനിലെ അംഗങ്ങളായിരിക്കുന്നവർക്ക് നിയമങ്ങൾ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അവരോട് പറയാണ്,
നിങ്ങൾ അർപ്പണബോധത്തോടു കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വഴിയും സത്യവും ജീവനുമായ യേശുവിനെ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കണം. ഈ യേശുവിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയവും മനസ്സും ശരീരവും യേശുവിനാൽ നിറയപ്പെടണം. ഈ യേശുവിനെ നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ, ഈ സംഘടനയുടെ പ്രവർത്തനത്തിലൂടെ, ഈ കോൺഗ്രിഗേഷൻ്റെ പ്രവർത്തനത്തിലൂടെ ലോകം മുഴുവനും കൊടുക്കണം. അങ്ങനെ ജനങ്ങളെയെല്ലാം, വ്യക്തികളെയെല്ലാം കൂട്ടി അവരെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്രൈസിസ് വന്നു. പെട്ടെന്ന് ഒരു വലിയ അസുഖം ജെയിംസിന്, ട്യൂബർകുലോസിസ്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു അല്പം സീരിയസ് ആണ്, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ള കാര്യം ജെയിംസിനെ അറിയിച്ചു. അപ്പോൾ ജെയിംസ് ചോദിച്ചു, എൻ്റെ കർത്താവേ, നീ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സംരംഭങ്ങൾക്കൊരു ആരംഭമിട്ടത്, ഇനി എന്ത് ചെയ്യണ്ട ഞാൻ? നീ എന്താണ് എന്നെക്കുറിച്ച് പ്ലാൻ? നിന്റെ പ്ലാൻ എന്താ? അതുപോലെ സംഭവിക്കട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാത്രി പെട്ടെന്ന് സെൻറ്റ് പോളിനെ കാണുകയാണ്. നേരം വെളുത്തപ്പോഴത്തേക്കും പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു. അന്നു മുതലാണ് ഇവരുടെ ഈ സംഘടനകൾക്കെല്ലാം കൂടെ 10ഓളം സംഘടനകൾ, കോൺഗ്രിഗേഷൻസ് ജെയിംസ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ സംഘടനകളിലെല്ലാം സ്ഥാപകനാണ്. ഈ സംഘടനകൾക്കെല്ലാം കൂടി ഒറ്റ പേര് സെൻറ്റ് പോൾ ഫാമിലി എന്നാണ്. പൗളിയൻ കുടുംബാംഗങ്ങളാണ്. അന്ന് മുതലാണ് അങ്ങനെ പേര് കൊടുത്തത്. തുടർന്നും മറ്റ് സംഘടനകൾ സ്ഥാപിച്ചു. ഇതിനെ സഹായിക്കാനായിട്ട് ഡോട്ടേഴ്സ് ഓഫ് സെൻറ്റ് പോൾസ്, സ്ത്രീകൾക്കാണ് കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് ഇവർ അച്ചടിക്കുന്ന പുസ്തകങ്ങളെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്ക് പാക്ക് ചെയ്ത് അയക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വൻതോതിൽ അയക്കാനൊക്കെ വേണ്ടി ട്രെയിനൊക്കെ കയറ്റി മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ അയക്കണം. അപ്പം എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഗ്രിഗേഷൻ രൂപം കൊടുത്തു. അതുപോലെ തന്നെ അൽമായരുടെ സെൻറ്റ് പോൾ സൊസൈറ്റി രൂപം കൊടുത്തു. അവരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു. അങ്ങനെ ഇരിക്കും ഇനി എന്ത് ചെയ്യണം, ഇങ്ങനെ വീണ്ടും വീണ്ടും ആലോചിച്ചു. അപ്പോൾ തന്നെ ഇവർക്ക് കൂടുതൽ നിയമങ്ങൾ കൊടുത്തു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വ്യക്തിത്വങ്ങൾ ക്രിസ്തുവിൽ രൂപപ്പെടണം, മറക്കരുത്. നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടണം, ആ ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണണം. അങ്ങനെ പറഞ്ഞിട്ട് വചനത്തിൻ്റെ പ്രബോധനങ്ങൾ ഈ മെമ്പേഴ്സിനൊക്കെ എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നു. 1939 ജെയിംസിന് തോന്നി ഇനി കൂടുതലായിട്ടുള്ള, ഇപ്പം ഞാനിങ്ങനെ പുസ്തകത്തിൻ്റെ അച്ചടി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇനി എന്തെങ്കിലും അടുത്ത മേഖല വേണമല്ലോ, എന്നാൽ ഒരു സിനിമയ്ക്കൊരു രൂപം കൊടുക്കാം. അപ്പോൾ ഇവരോടൊക്കെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, റോമിലേക്ക് ഇവരുടെ സെൻറ്റ് പോളിൻ്റെ ഖബറിടത്തിലേക്ക് പോയിട്ട് 1 മണിക്കൂർ അവിടെ ആരാധന നടത്താം. അങ്ങനെ പ്രാർത്ഥിച്ച് സെൻറ്റ് പോളിൻ്റെ ജീവിതത്തെ നമ്മളിലേക്ക് സംവഹിച്ചതിന് ശേഷം നമുക്ക് സെൻറ്റ് പോളിൻ്റെ ഒരു സിനിമ നമുക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് അവരൊരു സിനിമയ്ക്ക് രൂപം കൊടുക്കുകയാണ്, ടെലികാസ്റ്റ് ചെയ്യുകയാണ്. 1 മണിക്കൂറിൻ്റെ ഒരു ഫിലിമാണ് സെൻറ്റ് പോളിൻ്റെ സിനിമ. അതിനുശേഷം 1966 വീണ്ടും ജെയിംസ് പറഞ്ഞു, നമുക്ക് ഒരു സ്റ്റുഡിയോ വേണം, ശബ്ദം റെക്കോർഡ് ചെയ്യണം, റെക്കോർഡ് ചെയ്തതിനെ ടെലികാസ്റ്റ് ചെയ്യണം. അങ്ങനെ 1966 അവരൊരു സ്റ്റുഡിയോ ആദ്യമായിട്ട് രൂപീകരിച്ചത്. അപ്പോൾ വിദ്യാഭ്യാസമുള്ളവരെ, അറിയുന്നവരെ, എൻജിനീയേഴ്സിനെ, ആർട്ടിസ്റ്റിനെ എല്ലാവരെയും അവർ സംഘടിപ്പിച്ചു. അങ്ങനെയുള്ള മെമ്പേഴ്സിനെയൊക്കെ അവർ വിളിച്ചു കൂട്ടി. എല്ലാവരുടെയും കഴിവുകളെ കണ്ടു, എല്ലാവരുടെയും കഴിവുകൾ. അപ്പോഴത്തേനും മീഡിയ ഒക്കെ തുടങ്ങിയിട്ട്, മീഡിയയുടെ ഓരോ ഭാഗങ്ങളെല്ലാം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം കൂടുതൽ അവരെ പഠിപ്പിച്ചു. ഓരോരുത്തർക്കുമുള്ള കഴിവെല്ലാം പരമാവധി ഉപയോഗിച്ചിട്ട് അവരുടേതായിട്ട് ചെയ്തിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യലും അതിനെ ടെലികാസ്റ്റ് ചെയ്യലും ആരംഭിച്ചു. ഇതിനിടയിൽ മറ്റു സഭകൾക്ക് രൂപം കൊടുക്കുന്നുണ്ട്. ജെയിംസ് പറഞ്ഞു, ജനം വിശുദ്ധ കുർബാനയിൽ വളരണം, അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഡിവൈൻ മേഴ്സിയിൽ ആശ്രയിക്കുന്ന ഒരു പുതിയ കോൺഗ്രിഗേഷൻ തുടങ്ങണം. അങ്ങനെ ഒരു സൊസൈറ്റി, ഒരു കോൺഗ്രിഗേഷൻ രൂപീകരിച്ചു, സൊസൈറ്റി ഓഫ് സെൻറ്റ് പോൾ ഓഫ് ഡിവൈൻ മേഴ്സി. ഇവരുടെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഫുൾ ടൈം ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഇതിലെ മെമ്പേഴ്സ് ആരാധനയുടെ മുമ്പിലിരിക്കും, ഇടവകയിലെ പ്രവർത്തനങ്ങൾ ചെയ്യും, അതിൽ സഹായിക്കും, അച്ഛനെ സഹായിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കും. തുടർന്ന് ഗുഡ് ഷെപ്പേർഡ് എന്നുള്ള ഒരു സൊസൈറ്റിക്ക് രൂപം കൊടുത്തു, ഒരു കോൺഗ്രിഗേഷന് രൂപം കൊടുത്തു. അവരുടെ ദൗത്യം എല്ലാ സ്കൂളുകളിലും
എല്ലാ ഇടവകകളിലും പോയിട്ട് കുട്ടികളെ പഠിപ്പിക്കുക, പ്രബോധനങ്ങൾ കൊടുക്കുക, അവരെ കൂടുതൽ കൂടുതൽ യേശുവിൽ അടിയുറച്ച ഒരു വ്യക്തിത്വത്തിൽ വളർത്തിയെടുക്കുക. അതിനുവേണ്ടിയും എല്ലാത്തിലും മെമ്പേഴ്സ് ഇഷ്ടം പോലെ ലോകത്തിൻ്റെ വിവിധ ആ പ്രദേശങ്ങളിൽ നിന്നെല്ലാം പല മെമ്പേഴ്സ് വന്ന് ഒരുമിച്ച് ചേരുന്നു. ഇവർ ഈ രൂപീകരിച്ച സൊസൈറ്റികൾ, കോൺഗ്രിഗേഷൻ്റെ ശാഖകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ജെയിംസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ തുടരുന്നു. അവിടെ പോയിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ജെയിംസ് അച്ഛൻ പറഞ്ഞു, വൈദികരെല്ലാവരും അവർക്ക് കൂടുതൽ കൂടുതൽ ഒരു ഓറിയൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ജനങ്ങളെ പ്രബുദ്ധരാക്കാൻ വേണ്ടിയിട്ട് അവർക്കും കൊടുക്കണം. അങ്ങനെയാണ് പാസ്റ്ററൽ വൈദികരുടെ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള സംഘടനകളും തുടങ്ങിയത്. അപ്പം ഇങ്ങനെ പറഞ്ഞു, പ്രിയപ്പെട്ട വൈദികരെ, സെൻറ്റ് പോളിനെ പോലെ നമുക്കും ആധ്യാത്മികതയിൽ അടിയുറച്ച ആധ്യാത്മികതയിൽ വളർന്ന് ആ അഭിഷേകം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സംഘടന രൂപീകരിക്കാം. അങ്ങനെയാണ് പൗളിയൻ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ആരംഭിച്ചത്, വൈദികർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ലഘുലേഖകളെല്ലാം ഇറക്കി, എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യങ്ങളെല്ലാം ഇറക്കി. ദൈവവിളി പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടുള്ള കോൺഗ്രിഗേഷനും ആരംഭിച്ചു. അപ്പസ്തോലന്മാരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഒരു പുതിയ സഭ സ്ഥാപിച്ചു. 1957 ഈ സഭ സ്ഥാപിച്ചത്. അവരുടെ ദൗത്യം ലോകത്തിലെങ്ങും ദൈവവിളികൾ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇതുപോലെ 10ഓളം കോൺഗ്രിഗേഷൻസ്, സംഘടനകൾ സ്ഥാപിച്ചു, സൊസൈറ്റീസ് സ്ഥാപിച്ചു. അൽമായർക്ക് വേണ്ടിയിട്ട്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, പുരുഷന്മാർക്ക് വേണ്ടിയിട്ട്, സെപ്പറേറ്റ് അർക്കേഞ്ചലിനെ മധ്യസ്ഥനായിട്ടുള്ള സംഘടനകൾ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട്, ഫാമിലികൾ എല്ലാം യേശുവിൽ സമുദ്ധരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള സൊസൈറ്റീസ്. ഒപ്പം തന്നെ ഇവർക്കെല്ലാം പുസ്തകങ്ങൾ അച്ചടിച്ചു കൊടുക്കാൻ തുടങ്ങി. ആ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് പ്രസ്സിൽ പുസ്തകങ്ങൾ അച്ചടിച്ചത്. പീരിയോഡിക്കൽസ്, മാസികകൾ, പുസ്തകങ്ങൾ. അതും ഇതുപോലെ തന്നെ ജനങ്ങൾ ഡോക്ട്രൈൻസ്, ജനങ്ങളെല്ലാം വിശ്വാസത്തിൽ അടിയുറച്ച് വളരാൻ വേണ്ടിയിട്ടുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ, കുടുംബങ്ങളെല്ലാം എങ്ങനെ നന്നായിട്ട് വളരണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകുന്നത്. അതുപോലെ തന്നെ തങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് കാണിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരെ പ്രബുദ്ധരാക്കാൻ വേണ്ടിയിട്ട് ലിറ്റിൽ ന്യൂസ് പേപ്പേഴ്സ്, അങ്ങനെ വിവിധ തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ്. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോഴും അടിയുറച്ച ആധ്യാത്മികതയിലാണ് ജെയിംസ് ആഴപ്പെടുന്നത്. ഇത്രയും തിരക്കുണ്ടെങ്കിലും ഈ ജെയിംസ് വളരെ തിരക്ക്, ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ സമയമില്ലാത്ത ആഴമായ വ്യക്തിത്വത്തിൻ്റെയും ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ ഒഴിവില്ലാത്ത വിധത്തിൽ വർക്ക് ചെയ്ത് യേശുവിൻ്റെ സന്ദേശം ലോകമെങ്ങും എത്തിക്കുന്നതാണ്. അപ്പോൾ ജെയിംസിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, 1000ങ്ങളും 10,000ങ്ങളും ഒറ്റയടിക്ക് വചനം കേൾക്കണം. ഓരോരുത്തരോടും പറയുന്നതിന് പകരം മാസീവായിട്ട് ലോകം മുഴുവനും ചെല്ലണം, എല്ലാ ആത്മാക്കളും രക്ഷപ്പെടണം. ഇത്രയും തിരക്കോട് പ്രവർത്തിക്കുമ്പോഴും ഈശോയുടെ സന്നിധിയിൽ ഒത്തിരി നേരം ഇരിക്കുന്ന വ്യക്തിത്വമാണ്. ദിവസം 6 മണിക്കൂറൊക്കെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രബുദ്ധനാക്കപ്പെടും എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ്, എല്ലാവരെയും പരിഗണിക്കും. ഇത്രയും ആഴമായിട്ട് സഭയ്ക്ക് വേണ്ടി സേവനം ചെയ്ത ജെയിംസിനെ അന്നത്തെ പോപ്പായിരുന്ന പോൾ 6 നേരിൽ കണ്ടുവന്ന് പ്രശംസ അർപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ ചെയ്യുന്ന സേവനങ്ങൾ വലുതാണ്. കാലഘട്ടത്തിനനുസരിച്ച് സഭയെ പ്രബുദ്ധമാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ചെയ്യുന്ന എല്ലാ സേവനങ്ങൾക്കും നന്ദി. അങ്ങ് ദൈവത്തിൽ കേന്ദ്രീകരിച്ച ജീവിതം നയിച്ചുകൊണ്ട് എല്ലാവരെയും യേശുവിലേക്ക് നയിക്കുന്നു. സഭയുടെ മുതൽക്കൂട്ടാണ് അങ്ങ്. അങ്ങനെ റെസ്റ്റില്ലാത്ത ജീവിതം, രാജ്യങ്ങൾ തോറും ചുറ്റി നടന്ന് ഇതുപോലെ സൊസൈറ്റികൾ സ്ഥാപിച്ച് അതിൻ്റെ പുതിയ പുതിയ ശാഖകൾ തുടങ്ങുന്ന തിരക്കിൽ തൻ്റെ ജീവിതം മുഴുവൻ യേശുവിന് വേണ്ടി അർപ്പിച്ചു. അങ്ങനെ ഏകദേശം 87 വയസ്സ് ആകാറായപ്പോഴേക്കും അദ്ദേഹത്തിന് തോന്നി, ഇനി എനിക്ക് ഈ ലോകം വിട്ട് എൻ്റെ നിത്യഭവനമായ സ്വർഗത്തിലേക്ക് പോകണം. അതിനുവേണ്ടി ഞാൻ ഈ ഭൂമി ഉപേക്ഷിക്കണം. അതിനുള്ള സമയം അടുത്തു എന്നെനിക്ക് ശരീരത്തിൽ തോന്നുകയാണ്. പതുക്കെ രോഗത്തിൻ്റെ അസ്വസ്ഥതകൾ വന്നു. പതുക്കെ തൻ്റെ നിത്യജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബെഡ്രിഡനാകുകയാണ്. ഈ സമയങ്ങളിലെല്ലാം
സൊസൈറ്റിയിലുള്ള എല്ലാവരും വന്ന് ഒരുമിച്ച് കൂടുന്നു, പ്രാർത്ഥിക്കുന്നു. പോൾ ആറാമൻ പാപ്പ നേരിട്ട് വന്ന് ഇദ്ദേഹത്തിൻ്റെ മരണക്കിടയ്ക്ക് അരികം വന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യഗേഹത്തിലേക്ക് വിടാനായിട്ട് ഒരുക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ്, തൃപ്തിയോടു കൂടിയാണ് മരണക്കിടക്കയിൽ ജെയിംസ് അച്ഛൻ കിടക്കുന്നത്. എൻ്റെ ആത്മാവിനെ ദൈവമേ നിനക്ക് ഞാൻ തരുന്നു, നീ എന്നെ ഏൽപ്പിച്ചതെല്ലാം ഞാൻ ചെയ്തു, നീ എന്നോട് പറഞ്ഞല്ലോ ഞാൻ നിന്റെ കൂടെയുണ്ട്, ഒന്നിനും ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ജ്ഞാനപ്രകാശപൂരിതനാക്കാമെന്ന് എനിക്ക് നീ അന്ന് ദിവ്യകാരുണ്യത്തിൽ നിന്ന് ദർശനം അരുളിയല്ലോ. നീ എൻ്റെ കൂടെ ഓരോ നിമിഷവും ശക്തി നൽകി, ജ്ഞാനം നൽകി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഈശോയെ, എനിക്ക് ചെയ്യാവുന്നത് ഞാൻ ചെയ്തു, എന്നോട് നീ കരുണ കാണിച്ച് എന്നെ സ്നേഹിച്ചതിന് നന്ദി, എൻ്റെ ആത്മാവിനെ നിനക്കായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് 1971 നവംബർ 26 തൻ്റെ ആത്മാവിനെ നിത്യ പിതാവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഇദ്ദേഹം സഭയ്ക്ക് നൽകിയ എല്ലാ സേവനങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ വിശുദ്ധ വ്യക്തിത്വത്തെ സഭ പ്രകീർത്തിച്ചു. 2003 ജോൺ പോൾ രണ്ടാമൻ പാപ്പ ജെയിംസിനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. അത്യപൂർവമായ നന്മകളാൽ സമൃദ്ധമായ ജീവിതം, യേശുവിനെ എല്ലാം സമർപ്പിച്ച് യേശുവിന് വേണ്ടി ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ട് എല്ലാ അറിവുകളെയും ഉപയോഗിച്ച വിശാലമായ വ്യക്തിത്വം. പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിൽ നമ്മളും ഈശോ നൽകിയ കഴിവുകളെ ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പരിശ്രമിക്കാം. മീഡിയയുടെ മധ്യസ്ഥനാണ്, മീഡിയയുടെ അപ്പസ്തോലനാണ്, നവസുവിശേഷവൽക്കരണത്തിൻ്റെ മധ്യസ്ഥനാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, മീഡിയയിലാണ് മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ. വിദ്യാഭ്യാസം, ജോലി, അനുദിന ജീവിതം എല്ലാം മീഡിയയ്ക്ക് മുമ്പിലാണ്. ജനം ചോദിക്കുന്നുണ്ട്, നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിഞ്ഞ് ആരതിൻ്റെ ഉത്തരം പറയും? അതിൻ്റെ ഉത്തരം നൽകിയ വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ജെയിംസ്. ദർശനത്തോടെ, വലിയ കാഴ്ചപ്പാടോട് അനുനിമിഷം പ്രവർത്തിച്ച വ്യക്തി. മീഡിയയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സ്വർഗത്തിൻ്റെ കാഴ്ചപ്പാട് ലഭിക്കണമേ എന്ന് നമുക്കെല്ലാ മീഡിയക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും പല മാധ്യമങ്ങൾ വീക്ഷിക്കുന്ന ജനങ്ങളുണ്ട്. നന്മ കാണണം, നന്മയിൽ വളരണം എന്നതാണ് സ്വർഗത്തിൻ്റെ തീരുമാനം. എല്ലാവരുടെ മീഡിയയിലെ എല്ലാ പ്രവർത്തനങ്ങളും ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപകാരപ്രദമാകട്ടെ. എറ്റേണൽ ലൈഫിന് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഈ ലോകം മുഴുവൻ നടക്കുന്ന മീഡിയയുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്താൽ സ്പർശിക്കപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മീഡിയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും എല്ലാ അധ്വാനങ്ങളെയും ദൈവം തന്നെ ഫലസമൃദ്ധി അണിയിക്കട്ടെ. വാഴ്ത്തപ്പെട്ട ജെയിംസ് പറഞ്ഞതുപോലെ, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മീഡിയയിൽ പ്രവർത്തിക്കുന്ന, ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും നിസ്തുലമായ പ്രവർത്തനങ്ങൾക്ക് ഞാൻ പ്രതിഫലം നൽകും എന്ന് പറഞ്ഞ മധ്യസ്ഥൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് സ്വർഗത്തിലുണ്ട്. എല്ലാവരും സുവിശേഷത്താൽ അനുഗ്രഹീതരായി രക്ഷയുടെ ജീവിതം നയിക്കുവാനായിട്ട് ഇടവരട്ടെ. എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. നന്ദി.